ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. സിഹിയോൻ മാളികയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ പിളർന്ന അഗ്നിനാവുകളുടെ സാദൃശ്യത്തിൽ ഇറങ്ങി ആവസിച്ച നീ വിശുദ്ധ മാമോദീസായും മോറോനഭിഷേകവും മൂലം ഞങ്ങളിൽ വസിക്കുന്നു. ഞങ്ങളുടെ പാപവും ഉദാസീനതയും മൂലം പലപ്പോഴും ഞങ്ങൾ ചാരം കൊണ്ട് മൂടപ്പെട്ട തീക്കനൽ പോലെ ജ്വലിക്കാതെയിരിക്കുന്നു. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ ഞങ്ങളിൽ നീ ജ്വലിക്കണമേ. ഉച്ചരിച്ചുകൂടാത്ത ഞരകങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ജീവജലനദികളായി നീ ഞങ്ങളിൽ നിന്നും കവിഞ്ഞൊഴുകി അനേകരെ ആശ്വസിപ്പിക്കത്തക്കവണ്ണം ഞങ്ങളെ നിന്റെ കൈവഴികളാക്കി തീർക്കണമേ. വരണ്ട നിലങ്ങളിലെ ഉണങ്ങിയ ചെടികളെ ജലം ജീവിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ സംസാരങ്ങളിലും ശുശ്രൂഷകളിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും നീ പ്രവർത്തിച്ച് അനേകർക്ക് ജീവനും ശക്തിയും ആശ്വാസവും ഉയർച്ചയും വളർച്ചയും നൽകണമേ. അതിന് തക്കവണ്ണം മനുഷ്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം സോദോം ഗോമോറയ്ക്കു വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചതുപോലെ പാപത്തിൽ നശിക്കുന്ന ലോകത്തിനു വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവേ, നിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് ശമര്യക്കാരിയെയും സക്കായിയെയും മാനസാന്തരപ്പെടുത്തിയതുപോലെ അജ്ഞതയിലും പാപത്തിലും ഇരിക്കുന്ന അനേകരെ ദിവ്യപ്രകാശത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങൾക്ക് വഴികാട്ടിയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ, ദിവ്യസ്നേഹം കൊണ്ട് മറ്റുള്ളവരുമായി താതാത്മ്യം പ്രാപിക്കുകയും മറ്റുള്ളവരെ ദൈവമക്കളായി കാണുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ദീർഘമായി ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. കർത്താവ് തന്നെ കുരിശിച്ചവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഥാർത്ഥ സ്നേഹത്തിൽ നിറയുന്നതിൻ്റെ ഫലമായി സകലരോടും ദയയും പരോപകാരവും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. കർത്താവ് ശുശ്രൂഷ ചെയ്യിക്കാതെ സദാ ശുശ്രൂഷ ചെയ്യുകയും ജീവനെ ബലിയായി അർപ്പിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളെയും നന്മ ചെയ്യുന്നതിൽ ഉത്സുകരാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സൗമ്യത കൊണ്ട് നിറയ്ക്കണമേ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ സ്വന്തം കുറ്റങ്ങളായി കണ്ട് സഹതപിച്ച് കോപിക്കാതെ അവരെ സത്യവഴിയിലേക്ക് തിരിക്കുന്ന സൗമ്യത ഞങ്ങൾക്ക് തരണമേ. ഇന്ദ്രിയ ജയം ഞങ്ങൾക്ക് നൽകണമേ. അത് ഞങ്ങളിൽ വർദ്ധിക്കത്തക്കവണ്ണം
നിന്നോട് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സംഗതിയാക്കണമേ. മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് കൂടുതലായി കരുതുന്ന, അതിൻ്റെ ഫലമായി അസൂയപ്പെടുകയോ അഹങ്കരിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ ശക്തിയാൽ കാമവികാരങ്ങളെയും ഭക്ഷണപാനീയങ്ങളോടുള്ള അമിതമായ പ്രതിബദ്ധതയും ഞങ്ങൾ ജയിക്കുമാറാകണമേ. കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹ പെന്തിക്കോസ്തി നാളിൽ ധൈര്യസമേതം പ്രസംഗിച്ചതുപോലെയും അവസാനം രക്തസാക്ഷിയായി മരിച്ചതുപോലെയും ഞങ്ങൾ ശക്തി പ്രാപിച്ച് അനേകരുടെ മുൻപാകെ കർത്താവിനെ സാക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ലോകത്തിൻ്റെ അറ്റത്തോളം നിന്നെ സാക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. തീ മാലിന്യത്തെ ദഹിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളിലുള്ള എല്ലാ പാപത്തെയും ദുർവികാരങ്ങളെയും ദഹിപ്പിച്ചു കളയണമേ. പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുന്നതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ. കൊടുങ്കാറ്റുപോലെ നന്മ പ്രവർത്തികൾക്കായി ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ സകല കഷ്ടതകളെയും തടസ്സങ്ങളെയും അതിജീവിച്ച് സ്നേഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വിധത്തിൽ വിവിധ കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായ ഓരോ നൽവരങ്ങളും നൽകി സഹായിക്കണമേ. കർഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ആതുര ശുശ്രൂഷകർ, സാഹിത്യ പ്രവർത്തകർ, ഭരണാധികാരികൾ മുതലായി വിവിധ നിലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ സഹായിക്കണമേ. ഭവനങ്ങളിൽ പരസ്പര ധാരണയും ഐകമത്യവും ഉണ്ടാകുവാൻ സംഗതിയാക്കണമേ. ശിഷ്യന്മാർ മർക്കോസിന്റെ മാളികയിൽ കർത്താവിന്റെ അമ്മയോടും മറ്റു പലരോടും കൂടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ കൽപ്പന പ്രകാരം കാത്തിരുന്നത് പോലെയും ഏലിയാവിന്റെ ആത്മാവിൽ ഇരട്ടിയായി ലഭിക്കുന്നതിനായി ഏലീശ ഏലിയാവിനെ വിട്ടുമാറാതെ നടന്നതുപോലെയും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന ധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലും വിശുദ്ധ കുംഭസാരത്തിലും കുർബാന അനുഭവത്തിലും നീ ഞങ്ങളെ സഹായിക്കുകയും പെന്തിക്കോസ്തി ദിവസം നിന്നാൽ നിറഞ്ഞ് ശക്തിപ്പെടുന്നതിന് സംഗതിയാക്കണമേ. തൻ്റെ വിശുദ്ധ റൂഹാ മൂലം ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി
കാരുണ്യവാനും സകല ആശ്വാസങ്ങളും നൽകുന്നവനുമായ കർത്താവേ, നിന്റെ വിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ തീനാവുകൾ പോലെ നിന്റെ വിശുദ്ധ റൂഹ ആവസിച്ചതിനെ ഓർത്ത് നിന്റെ മുൻപാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, വിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങളിൽ വർഷിപ്പിക്കണമേ. അതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയമായി നടക്കുകയും ജഡമോഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയമായ നടപടികളിൽ ഞങ്ങളെ സുസ്ഥിരരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം വിശുദ്ധിയോടുകൂടി നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ, നിനക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും യോഗ്യമാകുന്നു. ആമീൻ.